ബാറ്റിംഗിൽ പറയുന്ന സമയം നമുക്കറിയാലോ, നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ, സഞ്ജു ചേട്ടൻ അല്ലെങ്കിൽ സഞ്ജു, നമ്മുടെയൊക്കെ സ്വന്തം സഞ്ജു, ആ ഒരു നമ്മൾ കാത്തിരുന്ന് കിട്ടിയ ഒരു സെഞ്ചുറി ആയിരുന്നു ഇന്നത്തെ മാച്ചിൽ ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു 3 മാച്ചിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നിരാശ ഉണ്ടായിരുന്നു. ചെന്നൈ കളിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, സഞ്ജു ഫോം ആവുന്നില്ല എന്നുള്ളൊരു വലിയൊരു നിരാശ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്ന് നമുക്ക് കൺകുളിർക്കെ കാണിച്ചുകൊണ്ട് 115 റൺസ് നോട്ട് ഔട്ട്, അതും ഈ IPL തന്നെ ഫസ്റ്റ് സെഞ്ചുറി, അതും ഹയസ്റ്റ് സ്കോർ, എല്ലാം കൊണ്ടും പല റെക്കോർഡുകളും തകർത്ത ഒരു മാച്ചായിരുന്നു ഇന്നത്തെ സഞ്ജുവിന്റെ. അതെപ്പോഴും അങ്ങനെയാട്ടോ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സഞ്ജു ഓരോ മാച്ചുകൾ കളിക്കുന്ന സമയത്ത് ആ മാച്ച് എങ്ങനെയെങ്കിലും സഞ്ജുവിന്റെ പേരിലാവും. അത് മാത്രമല്ല, ചില റെക്കോർഡുകൾ അന്നത്തെ ദിവസം തകരുകയും ചെയ്യും. അത് ഇന്നും സാധിച്ചെടുത്തു. അതെപ്പോഴും അങ്ങനെയാണ്. അതാണ് സഞ്ജുവിനെ എപ്പോഴും നമ്മൾ ചില മാച്ചുകൾ കൊണ്ട്, 1-2 മാച്ചുകൾ കൊണ്ട് വിലയിരുത്തുന്ന സമയത്ത് എപ്പോഴും സഞ്ജുവിന്റെ വകയൊരു ബാറ്റ് കൊണ്ടുള്ള ഒരു റിപ്ലൈ ഉണ്ടാവാറുണ്ട്. അത് ഇന്നും ആ ബാറ്റ് കൊണ്ട് തന്നെ റിപ്ലൈ തന്നു. ഗംഭീരം. സഞ്ജു ഇന്ന് ആ ഒരു ആങ്കർ ഇന്നിങ്സ് പ്ലസ് അടിക്കേണ്ട സ്ഥലത്ത് അടിക്കേണ്ട രീതിയിലുള്ള ഇന്നിങ്സ് രണ്ടും കൂടി, അതായത് സ്ട്രൈക്ക് റേറ്റ് ഒട്ടും കുറയാതെ എന്നാൽ ആങ്കർ ഇന്നിങ്സ് കളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ട് രീതിയിലും കൂടി ഒരേ സമയം ബാറ്റ് ചെയ്തിട്ട് ടീമിനെ ഒരു നല്ല രീതിയിലുള്ള ഒരു സ്കോറിൽ എത്തിച്ചിട്ടാണ് ശരിക്കും ഇന്നത്തെ മാച്ച് നിർത്തിയത്. അതും അവിടെ ഔട്ടായില്ല എന്നുള്ളതും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇന്ന് സെഞ്ചുറി അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പല റെക്കോർഡുകളും ബ്രേക്ക് ആയെന്നുള്ളത്. അതിൽ ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാലും വേറൊരു കാര്യം തന്നെ, സഞ്ജു മഞ്ഞക്കുപ്പായത്തിൽ വന്നതിന് ശേഷം ഫസ്റ്റ് സെഞ്ചുറി അടിക്കുന്നതും ചെപ്പോക്കിൽ വെച്ചിട്ടാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അത്രയും വലിയൊരു ക്രൗഡിന്റെ മുന്നിൽ, അത്രയും ആരവങ്ങളും വിസിൽ പോഡ് അതിന്റെ മുന്നിൽ വെച്ചിട്ട് ആ ഒരു സെഞ്ചുറി അടിക്കാൻ പറ്റിയതും നമുക്ക് മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു കിടിലൻ മാച്ച് തന്നെയായിരുന്നു സഞ്ജുവിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. സഞ്ജുവിന്റെ ഇന്നിങ്സിന്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു ഇന്നിങ്സ് തന്നെയാണ് ആയുഷ് മാത്രയുടെയും. ആയുഷ് മാത്ര 26 ബോളിൽ 55 റൺസ്, കിടിലൻ ഇന്നിങ്സ് ആയിരുന്നു. കാരണം ആ സമയത്ത് ഇവരുടെ ഒരു പാർട്ട്ണർഷിപ്പാണ് ശരിക്കും ടീമിന്റെ സ്കോറിന് അത്രയും നല്ല രീതിയിലുള്ള ബിൽഡപ്പ് ഉണ്ടായിരുന്നു. DC ഭാഗം നോക്കുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി DC വളരെ ഇഷ്ടമുള്ള ഒരു ടീമാണ്. പക്ഷെ ഇന്ന് സഞ്ജുവിന്റെ ചെന്നൈ കളിക്കുന്നതാണ് ചെന്നൈനെ ഇന്ന് ശരിക്കും സപ്പോർട്ട് ചെയ്തത്. പക്ഷെ DC ബാറ്റേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര സെറ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ടീമാണ്. കാരണം പ്രത്യേകിച്ച് നമ്മളെ ബാറ്റിംഗ് മാത്രമല്ല കേട്ടോ, നല്ല ബോളിംഗ് ടീം കൂടിയാണ്. ബാറ്റിംഗ് ബോളിംഗ് രണ്ടും വരുന്ന കറക്റ്റ് ടീമാണ്. അതിൽ ബാറ്റിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ 19 സംഘ സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങിയൊന്ന് നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചെന്നൈനെ. അത് കഴിഞ്ഞ് ലാസ്റ്റിലോട്ട് സ്റ്റെപ്സും അശുതോഷ് ശർമ്മയും, അതിൽ സ്റ്റെപ്സ് ശരിക്കും ഒറ്റയാൾ പോരാളിനെ പോലെ കളിച്ച് ഏകദേശം കളി DC അടുത്തോട്ട് എത്തിക്കുന്നുള്ള രീതിയിൽ, ഇനിയിപ്പോൾ ആരില്ലെങ്കിലും സ്റ്റെപ്സ് ഒറ്റക്ക് കളി ജയിപ്പിക്കുന്നുള്ള രീതിയിലൊക്കെ സ്റ്റെപ്സ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാലോ അശുതോഷ് ശർമ്മനെ കഴിഞ്ഞ 2025 ഒരു മാച്ചിൽ ആൾ എങ്ങനെയാണ് ജയിപ്പിച്ചതെന്നുള്ള ആ ഒരു രീതിയിലേക്ക് അശുതോഷ് ശർമ്മ കളിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ടൈമിലുള്ള ചെന്നൈയുടെ ബോളേഴ്സിന്റെ ഇടപെടൽ കൊണ്ടാണ് ആ ഒരു സമയത്ത് വിക്കറ്റ് വീണതും. പിന്നെ അതുപോലെ തന്നെ അവസാനത്തെ ഓവേഴ്സ് കറക്റ്റായിട്ട് ഋതുരാജ് ഗായക്കോഡ് ആ ഒരു സ്ഥലത്ത് നിന്ന്, അതായത് ഞാൻ മാച്ച് കാണുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചായിരുന്നു ഇങ്ങനത്തെ ഒരു 3 ബോളേഴ്സാണ് അവസാനത്തോട്ട് ബോൾ എറിയേണ്ടത്. അതുപോലെ തന്നെ ഏകദേശം അവിടെയും ആ ഒരു ഡിസിഷൻ എടുത്തു. ആൻഡ് ആ സമയത്ത് കമന്റേറ്റേഴ്സും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു കറക്റ്റ് ടൈമിങ്ങിലുള്ള ആ ബോളേഴ്സിനെ തന്നെ യൂസ് ചെയ്തുകൊണ്ട് അവിടെ വിക്കറ്റുകളും കിട്ടാൻ പറ്റി. അതുപോലെ തന്നെ ഡോട്ട് ബോളുകളും വരികയും ചെയ്തു. കുറച്ചൊന്ന് പ്രഷർ DC വരികയും ചെയ്തു. അങ്ങനെയുള്ളൊരു നല്ലൊരു ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു ശരിക്കും ഇന്നത്തെ മാച്ചിൽ ഉണ്ടായിരുന്നത്.